அஞ்சலி அஞ்சலி என்னுயிர் காதலி அஞ்சலி அஞ்சலி புஷ்பாஞ்சலி अंजलि अंजलि पुष्पांजलि എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും മുഖംമൂടി എടുത്ത് വെക്കും, നമുക്ക് കരോളിന് പോവാം. ലുക്കിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു. ശരിയല്ലേ? നമുക്ക് നമുക്ക് കരോള് തുടങ്ങാം. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ക്രിസ്മസ് ട്രീയിൽ ഒരു സാന്റ മിസ്സിംഗ് കൊണ്ടുപോട്ടെ ഞാൻ. ഞാൻ റെഡിയാ. അവരെ എടുത്തുകൊണ്ടോണം. വേണ്ട വേണ്ട വേണ്ട. അതെ, ഇന്ന് വാലന്റൈൻസ് ഡേ. പ്രണയം തുളുമ്പേണ്ട സമയമാണ് നമ്മൾ ഈ തിരിച്ചു കളയുന്നത്. ശരി, അതെ, ഇനി നമുക്ക് പ്രണയത്തിലേക്ക് കുറച്ചുകൂടെ ആധികാരികമായിട്ട് കിടക്കാം. പ്രണയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ സുരഭി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ എത്ര നമ്പർ പ്രേമിച്ചിട്ടുണ്ട്? 5-6 ഏത് പ്രായം തൊട്ട്? ഇത് ഒറ്റ അറ്റ് ടൈം ആണെന്ന് തോന്നി 5-6 അല്ലേ? അല്ല +2 മാത്രമായിരുന്നു ഈ 5-6. അല്ല, അതിനൊന്നും അധികം ആയുസില്ല. പടപടപടേന്നാണ് അങ്ങനെ. ശരി, ഇക്കയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പ്രണയത്തിന്റെ കാര്യം. എനിക്കൊക്കെ 5ാം ക്ലാസ് തൊട്ടുണ്ടായിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ അടുത്താണ്. എന്റെ ദൈവമേ, അങ്ങനെയാണ്. പക്ഷെ അതുവരെയൊക്കെ മിക്സഡ് സ്കൂളായിരുന്നു. 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ബോയ്സ് വേറെ ഗേൾസ് വേറെ ആയി. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പിന്നെ പ്രണയം പുള്ളി മറന്നുപോയി. അല്ല, ഇവിടുന്ന് ആ അറ്റത്തേക്ക് നോക്കാനേ പറ്റുള്ളൂ, കൈ കാലം കാണിക്കാനേ പറ്റുള്ളൂ. സൂപ്പർ. ഇനി നമുക്ക് നികുണ്ടനോട് ചോദിക്കാം പ്രണയത്തെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന്. പറയൂ. കോളേജ് ഡിഗ്രി ഒക്കെ ആയ സമയത്താണ് ഒരു കൊച്ചിനോട് പോയി പറഞ്ഞിട്ട് ആ കൊച്ച് മനസ്സോടെ സമ്മതിച്ചത്. ഇഷ്ടമാണ്, ആരോടും പറയരുത്. എന്നിട്ടെന്നാ അവ നമ്മള് മറ്റേ എവറസ്റ്റ് കീഴടക്കിയ സന്തോഷമായിരുന്നു. ആരോടും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയാനും പറ്റൂല. ഇത് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കൂട്ടുകാർ. എന്നെ കളിയാക്കി കൊന്ന എല്ലാ പ്രേമങ്ങളുടെ അടുത്തും പോയി പറയും, നോ പറയുമ്പോൾ ഇവന്മാർ കളിയാക്കും. അത് കാരണം ഇവരുടെ മുമ്പിൽ ഒരു ഹീറോ ആവണം എന്നൊരു ആഗ്രഹത്തിലായിരുന്നു. പക്ഷെ അത് തന്നെയാണ് ആ കൊച്ചു ബ്ലോക്ക് ചെയ്തത് ആദ്യം തന്നെ, ആരോടും പറയരുതെന്ന്. അതോടുകൂടി സംഗതി പിന്നീട് അങ്ങനെ ആരൊക്കെയോ മണത്തറിഞ്ഞ് അത് പൊളിഞ്ഞു. അങ്ങനെ അത് തീർന്നു. പിന്നെ അങ്ങോട്ട് ഒരു ചാനലിലൊക്കെ കയറിയതോടുകൂടിയാണ് ഒരുപാട് പ്രണയത്തിലേക്ക് കടന്നത്. എനിക്കത് ഇപ്പോഴും ഏറ്റവും കൂടുതലേ പ്രേക്ഷകരുടെ ഇടയിലാണെങ്കിലും ഒരു പ്രണയത്തിന്റെ ഒരു ചാൻസ് ഒക്കെ ഉള്ള ബക്രുചേട്ടൻ കേട്ടോ. ഭയങ്കര എന്റെ പൊന്നിക്ക ഞങ്ങളെ അങ്ങ് ഒന്നിക്കാനുള്ള പറയട്ടെ. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനില് എലീന വന്ന് ഒരു ഡയലോഗ് പറഞ്ഞു, ഗ്ലാമറസ് ബോയ്. ഈ ഒരു ചോക്ലേറ്റ് കുട്ടപ്പനല്ലാതെ വേറെ ആരെയാണ് എലീന പ്രേമിക്കുന്നത്? റൊമാൻറ്റിക്. ഞാൻ പാരഡി എഴുതുന്നതെന്ന് പറഞ്ഞല്ലോ നിങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ ഈ പാരഡി അല്ലാതെ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഞാൻ സ്വന്തമായിട്ട് എഴുതിയ കവിത. എന്നിലെ ഏറ്റവും വലിയ കവിയാണെന്ന് ഞാൻ എന്നെ ഒരു കോൺഫിഡൻസ്. പ്രണയം പ്രാണൻ കൊടുത്താലും നാണയമില്ലെങ്കിൽ നാണം കെടുന്നൊരു നാട്ടിലാണിന്നെന്റെ പ്രണയം. ഹൃദയം ഹൃദ്യമാണെന്നൊക്കെ തോന്നും, അതെന്നാലും ദയ എന്ന ഭാവത്തെ
അറിയാത്ത മരമിന്ന് ഹൃദയം. വിജയം വിദ്യയിൽ നാമഗ്രഗണ്യരായി മാറിയിട്ടമ്പരപ്പില്ലാതെ നേടേണ്ട പലതല്ലേ വിജയം. വിനയം വിജയങ്ങൾ ഓരോന്നായി അറിയുമ്പോൾ അകതാരിൽ അറിയാതെ വിടരേണ്ട മണമുള്ള മലരാണ് വിനയം. സഹനം കരയുന്ന നിൻ കണ്ണിൽ കരയാതെ ഞാൻ നോക്കി കഥ കേട്ടിരുന്നില്ലേ, അറിയൂ നീ അന്നെന്റെ സഹനം. നടനം ബന്ധങ്ങൾ അകലാതിരിക്കുവാൻ അച്ഛനും അമ്മയും മക്കളും ചേർന്നു നിന്നാടുന്നു നടനം. ഭവനം ഭയഭക്തി ബഹുമാനം ഭാര്യയോടായൽപ്പം കാട്ടിയില്ലെങ്കിൽ ഭയക്കേണ്ട വനമാകും ഭവനം. പതനം പുതുതായി നിനക്കൊന്നും ലോകത്തിനായിട്ട് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ അറിയൂ നിൻ പതനം. മരണം 2 നാൾ സങ്കട കണ്ണീരു കഴിയുമ്പോൾ ഉറ്റവർ പോലും മറക്കുമല്ലോ എൻ്റെ മരണം. 2 നാൾ സങ്കട കണ്ണീരു കഴിയുമ്പോൾ ഈ ഉറ്റവർ പോലും മറക്കുമല്ലോ എൻ്റെ മരണം. ഭയങ്കര അർത്ഥവത്തായിട്ടുള്ളൊരു സംഭവം. അതെ, ഒരുപാട് തേപ്പ് കിട്ടുകയും ജീവിതത്തിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്നും വീട്ടിൽ എങ്ങനെ വേണമെന്നും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു ആകെത്തുക സ്വയം ജീവിതത്തിൽ നിന്ന് ആർജിച്ചെടുത്തിട്ടുള്ള കുറച്ച് വരികളാണ്. അതിന്റെ കവി നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിരുന്നു. ബ്രേക്ക് പറഞ്ഞിട്ട് നമുക്ക് പോവേ. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, ഞങ്ങൾക്ക് ഇനി സെറ്റിൽ ഡൗൺ ആവാനുണ്ട്. അപ്പം റൊമാൻറ്റിക് കാഴ്ചകളുമായിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. ഷോർട്ട് ബ്രേക്ക്. சின்ன தகரம் கூட தங்கம் தானே, காதலுக்கும் கல்லில் வல்ல கள்ளம் ரெண்டில இன்னும் பருவம் கூட பவளம் தானே. சிந்தும் வேர்வை நிறுத்தமாகும், சின்ன பார்வை மோட்சமாகும், காதலின் சங்கீதமே பூமியின் பூபாளமே. காதலின் சங்கீதமே பூமியின் பூபாളമേ. ഉണ്ടാകണോ പാലം ഈ പഞ്ചായത്തിലുള്ള എനിക്ക് ഗ്രീഷ്മേ, നീ എനിക്കുള്ളതാണ്. ഐ ലവ് യു, ഐ ലവ് യു. അയ്യോ കള്ളൻ, കള്ളൻ, കള്ളനല്ല, കള്ളൻ, കള്ളനല്ല, 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 പിന്നെ ഓട്ടോണോ മോട്ടിക്കാരെങ്കിൽ പൂവും കൊണ്ടുവരും. ഇന്ന് മറ്റേ ദിവസമാണ്. മറ്റേ വേലപ്പൻ്റെ വേലപ്പൻ്റെ കള്ളം വേലപ്പൻ്റെ മറ്റേ പ്രേമം തുറന്നു പറയണ ദിവസമാണ് ആ തേങ്ങ തന്നെ. ഈ വീട്ടിലെ മറ്റേ ഇളയ കൊച്ചില്ല മെലിഞ്ഞ ഗ്രീഷ്മ, അവിടെ ഞാനോട് കട്ടല്ലേ വന്നപ്പോ വീട്ടിലതുവരെ പകലേ അത് എന്റെ വീട്ടില് എന്റെ മോളോട് പ്രേമം പോലും. അല്ലേ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ്? വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ സായിപ്പ് ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ആർക്കെങ്കിലും ആരുടെങ്കിലും പ്രേമം തോന്നുകയാണെങ്കിൽ ഇന്നേ ദിവസം പറയാം, ഒരു പ്രശ്നവുമില്ല. ആ പെണ്ണ് പ്രേമിക്കുകയും വേണം, അതാണ് നിയമം. ഇതൊക്കെ എന്തോന്നടേ ഇത്? നമ്മുടെ നല്ല പ്രായത്തില് ഓണം, ക്രിസ്മസ്, വിഷു, പെരുന്നാള് ഇത്രേ ഉള്ളായിരുന്നു. ഇപ്പൊ വേറെ ഉണ്ട്, എന്തോന്ന്? മദേഴ്സ് ഡേ. അതായത് അമ്മയുടെ അടുത്ത് സ്നേഹം തോന്നുകയാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പിന്നെ മറ്റേ സ്റ്റിക്കർ കൊട്ടിക്ക് അമ്മ എന്റെ മറ്റേ ജീവനാണ് എന്നൊക്കെ പറഞ്ഞ അപ്പൊ കിട്ടുന്നത്. അടുത്ത ദിവസം പിന്നെ അമ്മ ഇല്ലേ? അത് എന്റെ ചോദിച്ചാൽ എനിക്കറിയാം. അത് കഴിഞ്ഞ് ഫാദേഴ്സ് ഡേ ഉണ്ട്, ടീച്ചേഴ്സ് ഡേ ഉണ്ട്. അതുപോലെ ഒരു ഡേ ആണ് വാലന്റൈൻസ് ഡേ. ഇത് നമ്മളെ പിള്ളേരെ വഷളാക്കാൻ വേണ്ടി സായിപ്പന്മാർ കണ്ടുപിടിച്ച സാധനം. നാടിന്റെ പോക്ക് ഭയങ്കര അപകടം. അയ്യോ, പിന്നെ അണ്ണൻ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ്. എന്തിന്? അണ്ണന് 2 പെമ്മക്കളാണല്ലോ, അതുകൊണ്ട് അമ്മയില്ലാതെ വളർന്ന പിള്ളേര്, അതുകൊണ്ട് അവര് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ അണ്ണൻ കടയിലൊക്കെ പോണ സമയത്ത് ഇതുപോലെ പ്രേമം എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാ ചന്ദ്ര ഒന്ന് ചുമ്മാ എന്റെ മക്കൾ അങ്ങനെയൊന്നും പോവില്ല. അവരെ ഞാൻ അങ്ങനെ അല്ല വളർത്തിയേക്കണേ. ഇതേ ഡയലോഗ് തന്നെ അപ്പുറത്തെ ഭാസ്കർ അണ്ണൻ പറഞ്ഞത്. പിന്നെ എന്തരായി, അണ്ണൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ആ കൊച്ചി ഇറങ്ങി പോയില്ലേ ആരെ കൂടെ? അതുപോലെ അണ്ണനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവോ? ഞാനാണിത് ആദ്യം എടുത്തത്. തുടങ്ങി എനിക്ക് വേണം റെഡ് എടുത്തു. ഞാനത് തേച്ച് വെച്ചത് എനിക്ക് വേണം.
ചേട്ടാ ഇത് ആരെങ്കിലും ഒരാൾ ഇട്, ഒരാൾ വേറെ ഇട്, നിങ്ങൾക്ക് ഇടാ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. പറ്റത്തില്ല, ഇന്ന് വാലന്റൈൻസ് ഡേ ഞാൻ റെഡ് ഇടാന്ന് ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞതാ. ഞാനും പറഞ്ഞതാ എനിക്ക് തന്നെ വേണം. ഒരു കാര്യം ചെയ്യ്, ഒരു പകുതി നീ ഇട്, ഒരു പകുതി ഇവളിട്. അച്ഛൻ എന്തോന്ന് പറയുന്നേ? അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, നിങ്ങൾ ചോസ് ഇട അല്ലെങ്കിൽ നറുക്കിട്, എന്നിട്ട് ആരെങ്കിലും ഇട്ടോണ്ട് പോടേ. ഇന്ന് കയറി പോ. എങ്ങനെയുണ്ട് അണ്ണ ഇപ്പം എന്തിനാണ് പറഞ്ഞ മക്കൾ ഇങ്ങനെയൊന്നും പോകില്ല. പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം വാലന്റൈൻസ് ഡേക്ക് കോളേജിൽ പോയി ഷൈൻ ചെയ്യാം. കാരണം കാലം മാറിയ കാലമാണ്. പിള്ളേർ വഴിതെറ്റി പോയാൽ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ പറയാം. ഇന്നത്തെ ദിവസം പിള്ളേരെ കോളേജിൽ വിടണ്ട. അതാണ് നല്ലത്. കാര്യം ഞാൻ പറഞ്ഞില്ലാണ്, ഇന്നത്തെ ദിവസം ഏതെങ്കിലും ചെറുക്കാൻ വന്ന ഐ ലവ് എന്ന് പറഞ്ഞ് ഇവര് സമ്മതിച്ചേ പറ്റൂ. അതാണ് നിയമം. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിടണ്ടല്ലേ? അതാണ് നല്ലത്. അണ്ണൻ കട അടച്ചിട്ട് വീട്ടിരി. ഇന്ന് കടയിൽ ഒരുപാട് കച്ചവടമുള്ള ദിവസമാണ്. പിന്നെ ഭയങ്കര കട തന്നെ. 4 കൂട് ബിസ്ക്കറ്റ് 3 വിക്സ് മുട്ടായും വെച്ചിട്ട് അവന്റെ കച്ചവടം. നിങ്ങൾക്ക് 10 രൂപയുടെ കച്ചവടമാണ് വലുത്, പിള്ളേരാണ് വലുത്? എനിക്ക് പിള്ളേരാണ് വലുത്. അപ്പൊ അണ്ണൻ വീട്ടിൽ ഇരിക്കണം. നീ ഒരു കാര്യം, നീ ഇന്ന് വിടുന്നില്ല. എനിക്ക് പിന്നെ മടിക്കണ്ടേ? അണ്ണാ ഞാൻ ഒരു ഐഡിയ പറയാം. അണ്ണൻ ഇപ്പൊ കട തുറക്കണം, പിള്ളേർ വീട്ടിൽ ഇരിക്കണം. ഒരു കാര്യം ചെയ്യും, നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്തല്ല, ഇങ്ങനെ ചെറുക്കന്മാരൊന്ന് ശല്യം. പരാതിയൊക്കെ കൊടുത്താൽ അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ? അത് വേണ്ട. എസ് ഐ എന്റെ കടയിൽ വന്നാണ് സാധനം മേടിക്കാറുള്ളത്. അപ്പൊ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറയാം, ഇന്നത്തേക്ക് ഒരു ദിവസം ഒന്ന് പോലീസ് പ്രൊട്ടക്ഷൻ തരാം എന്റെ മക്കൾക്ക്. നല്ല കാര്യം. നല്ലതല്ലേ? അതാണ് നിയമത്തിന്റെ വഴിക്ക് പോവാൻ. അതാണ് നല്ലത്. സാറേ നമസ്കാരം. പോലീസ് സ്റ്റേഷന്റെ അടുത്ത് കടയിട്ടെങ്കിലും ശങ്കരൻ. സാറേ ഒരു ചെറിയ പ്രശ്നം. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു പ്രേമം അല്ല പ്രേമം പറയരുത് സീരിയസ് ആയിട്ടുള്ള കാര്യം പറ. അല്ല പ്രേമൻ എന്ന് പറയുന്ന ഒരുത്തൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പം അവനും ഞങ്ങളായിട്ട് ചെറിയ അതിർത്തി തർക്കം. അപ്പം അതിൻ്റെ അവ എപ്പോഴും ഒന്ന് നാക്ക് നീട്ടി കാണിക്കും. കുത്തിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ട്. അപ്പം അതിൽ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര പേടി. എൻ്റെ മക്കൾ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പേടിയാണ് അവർക്ക്. അപ്പം എനിക്കൊന്ന് ഇന്നത്തേക്കൊന്ന് ഒരു പോലീസിൻ്റെ സഹായം. നാളെ അവൻ ഗൾഫിൽ പോകും. ആരും വരാതെ ഈ വീട്ടിൽ നോക്കിയാൽ ആരും വരാതെ ഒന്ന് ഈ വീട്ടിലൊന്ന് സാറേ ഒന്ന് ഒരാളിനെ വിടുവോ? വിട്ടാ മതി സാറേ. വിടാന്ന്. അയ്യോ ഞങ്ങൾ പോയിട്ട് ക്ലാസ്സിന് പോയിട്ട് ഇന്ന് കോളേജില്ല, ഇന്ന് അവധി. പെട്ടെന്ന് അവധി പ്രഖ്യാപിച്ചു. ഇന്ന് പിന്നെ സൂര്യാഘാതം. ഇന്ന് വെയിൽ കൊണ്ടുവിടാം. അയ്യോ അച്ഛാ കൊട പിടിച്ചാ മതി. കൊട തുറന്നു പറഞ്ഞ വെയിലാണ്. നിങ്ങളെ ഗ്ലാമറൊക്കെ പോകും മക്കളെ. ഇന്ന് പോണ്ട കോളേജില്. ഇന്ന് കോളേജിൽ പോണ്ട. എന്റെ അണ്ണ നീ കിടന്നിങ്ങനെ വളവള സംസാരിച്ച പിള്ളേരെ ചുമ്മാ കള്ളം പറഞ്ഞ് പറ്റിക്കണമെന്ന് പോണ്ട. ഞാൻ തുറന്നു പറയാം. അല്ല പറയണ്ട, ഞാൻ പറയാം. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇന്ന് കോളേജിൽ പോകേണ്ടത് പറഞ്ഞതെന്നറിയാം. ഇവിടെ ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട്. ഈ സീരിയലിലൊക്കെ കൊല്ലാൻ നടക്കുന്ന പോലത്തെ ഒരാള്. അത് സീരിയൽ കില്ലർ എന്ന് പറഞ്ഞാൽ അറിയില്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൊല്ലുക. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സുന്ദരികളായ പെമ്പിളരെ എവിടെ കണ്ടോ അപ്പോഴവൻ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ കുത്തി കൊല്ലും. അതുകൊണ്ട് നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. മര്യാദയ്ക്ക് വീട്ടിനകത്ത് കയറും. അച്ഛന്റെ കടയിൽ പോകണം. നിങ്ങൾ പോയിരുന്നോ? അച്ഛൻ പോയാൽ ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് പേടിക്കണ്ട, അച്ഛനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ നോക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൺസ്റ്റബിൾ വരും ഇവിടെ. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നോ, ആരും നിങ്ങൾ ഒന്നും ചെയ്യൂല. അത് ഓക്കെ ആയി. പോലീസുകാർ പറഞ്ഞു ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞത് ഇവിടുന്നല്ലേ? ആരായിരുന്നു വിളിച്ചത്? ഞാനല്ല, അണ്ണൻ. ശങ്കർ നെടുമങ്ങാട് സ്കൂളിൽ പഠിച്ച എന്നെ മനസ്സിലായില്ലേ? എവിടെയോ കണ്ട ഒരു മുഖവരിയും എനിക്ക് ഉണ്ട്. ഞാൻ അതെങ്ങനെ ആലോചിക്കണേ. ഞാനും ആ സ്കൂളിൽ തന്നെ പഠിച്ചത്. 90-ലെ കലാതിലകം രാധിക PS. ചേട്ടൻ അന്ന് കലാപ്രതിഭ. ആ വർഷം തന്നെയായിരുന്നു ഞാനും കലാതിലകം. ഓർമ്മയില്ലേ എന്നെ? ശങ്കരണ്ണൻ കലാപ്രതിഭ അറിയില്ലേ? ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലേ? എന്റെ അമ്മ സ്കൂളിൽ പഠിക്കുമ്പോ എന്തൊരു താരമായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ. പാട്ട്, ഡാൻസ്, മിമിക്രി, പിന്നെ പ്രസംഗം, എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു. നീ വലിയ കലാകാരൻ. മിമിക്രി ഒക്കെ ചെയ്യൂ? ചന്ദ്ര, അതൊക്കെ ഒരു പഴയ കാലം. നീ ഇതൊക്കെ വച്ചിട്ട് ഞാൻ പിന്നെ എന്റെ പിള്ളേരെ വളർത്താൻ വേണ്ടി കലയൊക്കെ ഒതുക്കി വെച്ചതല്ലേ. ഇപ്പൊ ഇതൊന്നും ഇല്ലേ? മിമിക്രി ഒക്കെ വിട്ടാ? ഇല്ല രാധിക സാറേ, ഞാൻ എല്ലാം മാറ്റി വെച്ച്. എന്താ വിളിച്ചത്? രാധിക സാറേ. അങ്ങനെയൊന്നും വിളിക്കണ്ട. എന്നെ പണ്ടത്തെ പോലെ വേണ്ട. എന്നെ പഴയ അന്ന് വിളിക്കുന്ന പോലെ രാധിക എന്ന് വിളിച്ചാൽ മതി. ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു.
ഒരു നിമിഷം. ശരി പോയിട്ടോ. ഇവരെ കേസ് അണ്ണ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇല്ല. നിങ്ങൾ രാധിക എന്ന് പറഞ്ഞ ഒരു പെണ്ണ് കൂടെ പഠിച്ചിരുന്ന കാര്യം അണ്ണ എന്റെ പറഞ്ഞിട്ടുണ്ട്. ഡാൻസ് ഒക്കെ കളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിന്റെ അടുത്ത് ഭയങ്കര പ്രേമമായിരുന്നു. അണ്ണൻ പറഞ്ഞില്ല, കാണുമ്പോ പേടിക്കും എന്നൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ല. നമ്മൾ അവിടുത്തെ ഷാപ്പിൽ ഇരുന്ന് കള്ളുടിക്കുന്ന സമയത്ത് ഒരു സണ്ണിരുന്ന് പൊട്ടിക്കരഞ്ഞ് എനിക്കിപ്പോ ഭാര്യയില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അന്ന് പ്രേമിച്ചിരുന്ന രാധികയോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവളെ കെട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇല്ല ഇല്ല ഇല്ല. അമ്മയെ കൊണ്ടാണ് ഇത്. അമ്മയാണ് സത്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെ കേസല്ലേ പറഞ്ഞത്? അല്ല, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അന്ന് പറഞ്ഞില്ലല്ലേ പ്രേമ? ഇനിയിപ്പം എന്തിട്ട് നോക്കിയ നല്ല പെണ്ണ്, നിങ്ങൾക്കാണ് നല്ല ചേർച്ചയായിരുന്നു, നിങ്ങളെ പൊന്നു പോലെ നോക്കി. ഞാനൊന്നും പറയല്ല. അവള് കല്യാണം കഴിഞ്ഞ് അവള് കൂടും പോയി, ഞാൻ കൂടും പോയി. ഇനിയിപ്പൊ അതൊന്നും പറയണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല. അല്ല പിന്നെ മാഡം, ഞാൻ ആട്ടയൊക്കെ ഓടുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഭർത്താവ് വിളിക്കാൻ വരുമോ അതോ ഞാൻ കൊണ്ടാക്കണോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതല്ല, ഒരു ഓട്ടം കിട്ടുമല്ലോ എന്നുള്ള. അതെ, ശങ്കരേട്ടൻ എന്റെ വീടിന്റെ അവസ്ഥയൊന്നും അറിയത്തില്ലായിരുന്നാ. കുറച്ച് പ്രാരാബ്ദമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ പിന്നെ അതൊക്കെ തീർത്തിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് പ്രായമൊക്കെ കഴിഞ്ഞ് മൂടുമൊക്കെ പോയി. അങ്ങനെയൊന്നുമില്ല, മാഡത്തിന് ഇപ്പോഴും നല്ല സുന്ദരിയല്ലേ? കേട്ടാ, പക്ഷെ ഇനിയിപ്പോ താല്പര്യമൊന്നുമില്ല. അതൊക്കെ വേണം, മാഡത്തിന് ആരോ വിധിച്ചിട്ടുണ്ട് അല്ലേ ശങ്കരണ്ണ? ഇതെന്ത് രഹസ്യം പറയണത്? നമ്മള് ബിസിനസ് ആട്ടയുടെ ഇതിൽ പിടിച്ചു കയറിക്കോണം. ഇത് ഒരു നിമിത്തമാണ്. അതായത് അവർ ഒറ്റത്തടി, വേറെ പ്രാരാബ്ദമല്ല, അണ്ണനും പ്രാരാബ്ദമല്ല. ഇന്നത്തെ ദിവസം വാലന്റൈൻസ് ഡേ, ധൈര്യമായിട്ട് അണ്ണന്റെ മനസ്സിൽ ഉള്ളത് തുറന്നു പറ. എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തുറന്നു പറ. അഥവാ ചീറ്റി പോവുകയാണെങ്കിൽ അതൊക്കെ വാലന്റൈൻസ് ഡേയുടെ തലയിൽ വെച്ച് കൊടുക്കാം. ഇന്ന് കൊള്ളാല്ലേ? അണ്ണ പറ, ധൈര്യമായിട്ട് പറയട്ടെ. ഞാൻ ഉണ്ട് കൂടെ. എന്തേ? അല്ല രാധികേ, ഈ ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ശങ്കരന്റെ ബർത്ത്ഡേ ആണോ? ഏയ് അതല്ല, ഇന്ന് മറ്റേ ഉള്ളിലുള്ള പ്രണയമൊക്കെ തുറന്നു പറയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ ഇന്ന്. അതെ, വാലന്റൈൻസ് ഡേ. അയ്യോ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ പൊന്നോ, ആ കോളേജിന്റെ വാതിക്കലൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടെ ഒക്കെ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ഇതൊരു സന്തോഷത്തിലാ നിൽക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലേ ശങ്കരേട്ടാ? മതിയായിരുന്നല്ലേ? സത്യം, അന്നൊക്കെ എന്തായിരുന്നു. രാധികയ്ക്ക് പ്രണയത്തെ കുറിച്ച് എന്താ പറയാനുള്ള? എനിക്ക് നമ്മുടെ പത്മരാജൻ സാറിന്റെ വരികളൊക്കെ ഓർമ്മ വരുന്നത്. ഏതാ? തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാന്ന്. എനിക്ക് എപ്പോഴും അതിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. ശങ്കരേട്ടൻ അത് ഓർക്കാറുണ്ടാ? എന്തേ? എന്താ എന്താ അങ്ങനെ ഒരു വിങ്ങൽ പുള്ളിൽ കിടക്കണുണ്ട്. വർഷം മുമ്പുള്ള സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്കൊരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നാ? എന്നിട്ട് എന്തത് പറഞ്ഞില്ലേ? പറയാൻ പറ്റിയില്ല. കണ്ട, ഇതാണ് നമ്മുടെ അന്നത്തെ കാലത്ത് ആൺപിള്ളേരുടെ ഒരു പ്രശ്നം. ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, പക്ഷെ ഒറ്റെണ്ണങ്ങളും പുറത്തു പറയത്തില്ല. എന്താ പറയാഞ്ഞത്? ഞാൻ തുറന്നു പറയാനായിട്ട് തുറന്നുകൊണ്ടൊക്കെ പോവും. അവളെ കാണുമ്പോ പേടിക്കും. എന്റെ ദൈവമേ, സ്റ്റേജിലൊക്കെ നിന്ന് ഘോരം പ്രസംഗിക്കുന്ന ആളല്ലേ ഇത്? അപ്പോഴൊന്നും പേടിയില്ലായിരുന്നല്ല, പിന്നെ ഒരു പെണ്ണ് മുമ്പിൽ ചെല്ലുമ്പോ എത്ര പേടി? എന്താ പ്രസംഗിക്കും പോലെ അല്ലല്ലോ ഈ പ്രണയിക്കണം. കഷ്ടമായി പോയി. തുറന്നങ്ങ് പറയായിരുന്നില്ലേ? ഇഷ്ടമല്ലെങ്കിൽ പിന്നെ പോട്ടേന്ന് വെക്കായിരുന്നു. തുറക്കണമെന്നുണ്ട്, പക്ഷെ പറ്റണില്ല. ഇനിയിപ്പോ തുറന്നിട്ട് എന്താ കാര്യം? ഇത്രയും വർഷമായി, ഇനിയിപ്പോ എവിടെ പോയി തുറക്കണം? നിങ്ങൾ ചുമ്മാ വളവള പറഞ്ഞ നശിപ്പിക്കരുത്. എന്റെ പെങ്ങളെ ഉള്ളത് തുറന്ന് പറയാം. ഇവൻ പ്രേമിച്ചിരുന്ന ഇവൻ പ്രേമിച്ചിരുന്ന പെണ്ണെന്നറിയാം. നിങ്ങൾ തന്നെ. നിങ്ങളെ കുട്ടിക്കാലം പോലെ അവന് പ്രേമമായിരുന്നു. ശങ്കരേട്ടാ, അയ്യോ രാധികേ, ഞാൻ അത് അന്നത്തെ പ്രണയം. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അന്നെന്താ പറയാഞ്ഞത്? എനിക്ക് നിങ്ങൾ എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? സത്യമായിട്ടും ഞാൻ എന്റെ ഹൃദയത്തിലാ കൊണ്ട് നടന്നത്. രാധികയ്ക്ക് എന്നോടൊന്ന് തുറന്ന് പറയാൻ പാടില്ല. തുറന്ന് പറയാനായിട്ട് ഞാൻ പല പ്രാവശ്യം വന്നതാ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ശങ്കരേട്ടൻ ആദ്യം പറയട്ടെ എന്ന്. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ രാധിക ആദ്യം പറയണ്ടേ? ഓടുന്നു. അല്ലെങ്കിൽ മലയാളികളൊക്കെ പൊട്ടന്മാരാ, എല്ലാ സ്നേഹവും ഉള്ളിൽ വെക്കും, ആരും ഒന്നും പറയത്തില്ല. ഇനിയും സമയമുണ്ടല്ലോ. ഹലോ, കലാതിലകവും കലാപ്രതിഭയും കൂടി ഇവിടെ എന്താ? ഇതാണോ മക്കള്? ഇവിടെ മര്യാദക്ക് അന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതുങ്ങളുടെ രണ്ടുപേരുടെ അമ്മയായിട്ട് ഞാൻ ഇവിടെ നിക്കത്തില്ലായിരുന്നോ? ഇനിയും സമയമുണ്ട്. ഓടുന്നു, ഇനി സമയമുണ്ട്. അച്ഛാ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. അനിയത്തി, എനിക്ക് തോന്നണേ ആന്റി അച്ഛന്റെ പഴയ ക്രഷാണ്. ക്രഷ് എന്ന് പറഞ്ഞാലേ നമ്മൾ അന്നത്തെ കാലത്ത് പറയത്തില്ലേ അസ്ഥിക്ക് പിടിച്ച പ്രേമോന്നൊക്കെ, അതിന് ഇപ്പോഴത്തെ പിള്ളേര് പറയുന്ന പേരാ ക്രഷ് എന്ന്. അല്ല, അയ്യ, അങ്ങനെയൊന്നുമില്ല. സീരിയൽ കില്ലർ എന്തായി? സീരിയൽ കില്ലറാ? സീരിയൽ കില്ലർ? അതെ, സീരിയൽ കില്ലർ. എന്ത് കടന്നു? രാധിക,
ഇവനെ പോലുള്ളമാരാണ് പ്രശ്നം. ഈ വാലന്റൈൻസ് ഡേക്ക് പ്രേമിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന ശല്യം ആദ്യം ഒരു റൗണ്ട് അടി കൊടുത്ത് വിട്ടതാണ്. വീണ്ടും വന്നിരിക്കണം. ഓഹോ, അപ്പൊ ഇവനെ പേടിച്ചാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എന്താണ് നിനക്ക് കാര്യം? എന്താണ് നിന്റെ പേരെന്താടാ? കുണ്ടാങ്കട ബിനു. എന്ത് എന്താ നിന്റെ ജോലി? അച്ഛൻ ആട്ടോ ഓടിക്കും. അച്ഛന്റെ കാര്യമാണോ ചോദിച്ചത്? നിന്റെ കാര്യമല്ലേ ചോദിച്ചത്? എടാ, അമ്മയുടെ കാര്യമാണോ ചോദിച്ചത്? നിന്റെ കാര്യമല്ലേ ചോദിച്ചത്? അവർ രണ്ടുപേരും മാമ പിന്നെ വീട് ഒറ്റയ്ക്കല്ലേ, ഞാൻ പ്രേമിക്കട്ടെ പിന്നെ എനിക്ക്. ഓ, അപ്പൊ കള്ളത്തീറ്റി. ഇല്ല, എനിക്ക് പ്രേമിക്കാം. നിങ്ങളെ ഇളയ മോളുമായിട്ട് എനിക്ക് ഘോരം ഇഷ്ടമാണ്, അവക്കും എന്നെ ഇഷ്ടമാണ്. ഇല്ലേ? എനിക്കിഷ്ടൊന്നുമില്ല. ഇല്ല, എനിക്കിഷ്ടൊന്നുമില്ല. നീ എന്നെ കണ്ടിട്ടില്ലേ അതിന് മുമ്പ്? കണ്ടിട്ടുണ്ട്. ആ, ചിരിച്ചിട്ടില്ലേ? ജംഗ്ഷനിൽ വെച്ച് കാണുമ്പോ ചിരിക്കും. അത്രയല്ലേ ഉള്ളു മോളെ. അത് മതി. എനിക്ക് ചിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആത്മാർത്ഥ പ്രേമം ഉണ്ടാവും. വാ, വാ, വാ. എടാ, ഒരു പെണ്ണ് ചിരിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ നിനക്ക് പ്രേമാന്ന് കരുതിയാ നീ? നാളുണ്ടാടാ നിനക്ക്? ഓഹോ, ഇത് ബ്രെയിൻ വാഷ്. ഇത് അവളെ ബ്രെയിൻ വാഷ് ചെയ്തത്. അപ്പൊ നിനക്ക് ഇഷ്ടമല്ല? എനിക്ക് ഇഷ്ടമല്ല. ഈ വാടി, നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. ഞാൻ ആസിട്ടല്ലേ? കുണ്ടാങ്കടവ് തോട്ടിലെ വെള്ളമാണ് ആസിട്ടല്ലേ? പെണ്ണുങ്ങൾ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഞാൻ കുണ്ടാങ്കടവ് തോട്ടിൽ നിന്ന് വെള്ളം കോരി മുഖത്ത് ഒഴിക്കുമെന്ന് പറയും. അപ്പൊ ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ് ഞാൻ റാട്ടടിച്ച് പോണത്. എടാ ഫലമില്ലാതെ വിവരം കെട്ടവനെ, ഈ പ്രണയം എന്ന് പറഞ്ഞത് ഇങ്ങനെ പിടിച്ചു വാങ്ങാനുള്ളതല്ല. അത് രണ്ട് മനസ്സുകളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട സാധനമാണ്. അല്ലേ രാധികേ? തീർച്ചയായിട്ടും. അത് മാമൻ പറഞ്ഞ കറക്റ്റ് കാര്യം. അനിയത്തിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ചേട്ടത്തിക്ക് എങ്ങനെ? എന്തൊരു ജന്മങ്ങളാന്നറിയത്. ഇതൊക്കെയാണ് പ്രശ്നം. ഇതൊക്കെ കൊണ്ടാ ഞാൻ ഈ പിള്ളേര് കോളേജിൽ പോണ്ടെന്ന് പറഞ്ഞ. വേണ്ട. ഇന്നത്തെ ദിവസം എന്റെ മക്കള് കോളേജിൽ പോണ്ട പറയണൊക്കെ രണ്ടുപേരും അന്ന് പോണ്ട. എന്റെ ശങ്കരേട്ടൻ എന്ത് വിവരക്കേടാ പറയുന്നത്? ഈ പിള്ളേര് കോളേജിൽ പോണ്ടേ? ഇത് നിങ്ങൾ എത്ര നാളെ ഈ വീട്ടിൽ പിടിച്ചു വെക്കും? ഇനി ആരും ഇവരെ ശല്യപ്പെടുത്താനൊന്നും വരത്തില്ല. വരുന്നാ തരം ഞങ്ങളൊക്കെ ഇല്ലേ? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയൊക്കെ ഇവർക്കായിട്ടുണ്ട്. മര്യാദക്ക് ഇവരെ പറഞ്ഞ് കോളേജിൽ വിട്. മക്കള് പോ, ചെല്ല്. പിന്നെ എന്റെ മക്കള് കോളേജിൽ പോക്കോ. പക്ഷെ ഒരു കാര്യം അച്ഛൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ചുറ്റും ചതിക്കുഴികളാണ്. പോകുമ്പോ വളരെ ശ്രദ്ധിച്ച് വേണം പോവാൻ. ജീവിതം ഒരിക്കലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് നോക്കി തിരഞ്ഞെടുക്കും. ഞാൻ കൊണ്ടാക്കിട്ട് വരാം. ഞാൻ കൂടെ കൂടെ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ആയില്ലേ? ഞാനങ്ങോട്ട് പൊക്കോട്ടെ. രാധിക ഒരു നിമിഷം. എന്ത്? ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യോ, ചെമ്പരത്തി പോവാ. തൽക്കാലം ഇതേ ഉള്ളു. താങ്ക് യു. മാസ്റ്റേഴ്സ് താരവിളയാട്ടത്തില് ഇന്ന് എത്തിയിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട മനോജ് സ്വാമിയാണ്. പുള്ളിക്കാരൻ ഒറ്റയ്ക്കല്ല, പുള്ളിക്കാരൻ ഒരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കണ്ണിനും കാതിനും കുളിർമ നൽകാൻ ഒരു കിടക്കാച്ചി പെർഫോമൻസ് കണ്ടാലോ? ലെറ്റ്സ് വെൽക്കം മനോജ് സ്വാമി ആൻഡ് ടീം.
അയ്യോ 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 ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ടീമിന്റെ ശക്തി. എന്നാ അടിപൊളിയായിട്ട് ക്ലാപ്പ് പിടിച്ചേ. സൂപ്പർ സൂപ്പർ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു മനോജ്, സ്വാമി ആൻഡ് ടീം. നിങ്ങളുടെ ഈ ടീമിന് എന്നാ പറയുന്നത്? ഈ പേരിന് ഫുൾ ടീമിന് എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? അങ്ങനെ പേരിട്ടിട്ടില്ല, എന്റെ സുഹൃത്തുക്കളാണ്. ആ എല്ലാവരും ആണോ? ആലപ്പുഴ പാതിരപ്പള്ളി എന്ന സ്ഥലത്തുള്ള ഒരു VVR അവരൊരു ഗ്രൂപ്പാണ്. ഓക്കെ, എന്താ ഗ്രൂപ്പിന്റെ പേരെന്താ? VVKB ബ്ലൂയിസം. ആ ബ്ലൂയിസം, കൊള്ളാം, സൂപ്പർ. നന്നായിട്ട് തന്നെയായിരുന്നു നിങ്ങളുടെ ആ ഒരു എന്താ പറഞ്ഞ ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. കീബോർഡ് വായിച്ച ചേട്ടന്റെ പേരെങ്ങനെയാ? ജെയിംസ്. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ജെയിംസ് ചേട്ടനും ഈ ഒരു ഫുൾ ടീമും ഒപ്പം സ്വാമിയുടെ പെർഫോമൻസ് തകർത്തു. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കാം. പക്രു ചേട്ടാ, നിങ്ങള് പൊളിച്ചടുക്കി കളയും. പ്രണയദിനത്തിൽ അത് പ്രണയമൊന്നും അല്ല, അതിന് മേലെയുള്ള ഒരു ഉല്ലാസം ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള പ്രണയം സാക്ഷാത്കരിച്ചതിന് ശേഷമുള്ള ആഘോഷം. സ്വാമിക്ക് ഒരു ചെറിയൊരു വിശേഷണം ഞാൻ തരികയാണ്. സ്റ്റൈൽ മന്നൻ സാക്സോഫോൺ സ്വാമി. കോട്ടയത്ത് കടുത്തുരുത്തി സ്കൂളിലെ SKPism സ്കൂളിലെ ഡാൻസ് കൊറിയോഗ്രാഫി അധ്യാപകനാണ് ഞാൻ. 9 വർഷമായിട്ട് ആ സ്കൂളില് കൊറിയോഗ്രാഫി അധ്യാപകനായിട്ട് നിൽക്കുവാണ്. ഇന്ന് ലീവ് എടുത്ത് പോകുന്നിരിക്കും, അവിടെ അച്ഛന്മാര് പോലും അറിഞ്ഞിട്ടില്ല. ഇത് തിരിച്ചു ചെല്ലുമ്പോ സ്റ്റൈൽ മന്നൻ അച്ഛൻ വിളിക്കും. അത് അപ്പൊ അങ്ങ് മാത്രം, അത് മാത്രല്ല അങ്ങേക്ക് സപ്പോർട്ടായിട്ട് ജെയിംസ്, നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ അത് നന്നായിട്ട് വർക്കൗട്ട് ആയിപ്പോയി. അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംഗീതത്തെ പറ്റിയൊക്കെ നാർഷിക പറയും. എന്നാൽ പോലും അതിന് ഭയങ്കരമായൊരു സപ്പോർട്ടാണ് ചെണ്ട അങ്ങോട്ട് വന്നിട്ട്. സ്ഥിരം കൊട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ ഭയങ്കര ബഹളം വെച്ച് അത്തരത്തിലുള്ള സംഗതി അല്ലാതെ ആ പാട്ടുകൾക്ക് യോജിക്കുന്ന തരത്തിൽ നിങ്ങളത് താളം കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു എനർജിയാണ് കിട്ടിയത്. നല്ലൊരു ടീം വർക്കായിരുന്നു, എൻജോയ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയായിരിക്കട്ടെ. ശരി ഇക്ക. ഗംഭീരമായിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ അജയ് പറഞ്ഞ പോലെ സ്റ്റേജിൽ നമ്മൾ ഇപ്പം കുറേ ടീം ഇങ്ങനെ ചെണ്ട വിത്ത് വയലിൻ ഫ്യൂഷൻ അല്ലെങ്കിൽ ഇപ്പോൾ കീബോർഡ്, ഇപ്പോൾ സാക്സഫോൺ കോമ്പിനേഷൻ ഞാൻ ഫസ്റ്റാണ് കാണുന്നത്. ബാക്കി എനിക്ക് തോന്നുന്നു വയലിൻ കോമ്പിനേഷൻ ഇവിടെ വന്നിട്ടുണ്ട്, കീബോർഡ്. പിന്നെ ഈ ജെയിംസ് അല്ലേ, ജെയിംസിൻ്റെ സപ്പോർട്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലിങ്കുകളും വായിക്കുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ട് ഈ ടോട്ടൽ ആംബിയൻസിന് കിട്ടി. ചെണ്ട പിന്നെ പറയേണ്ട കാര്യമില്ല, ചെണ്ട നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിച്ചെടുക്കുക എന്ന് പറയുന്ന സംഭവമാണ്. അത് ആ ഒരു ടീം കോമ്പിനേഷൻ ഉണ്ട് നിങ്ങൾക്ക്. സാധാരണ ഇതിൽ എല്ലാവരുടെയും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ആണ് സാധാരണ വരുന്നത്. ഇത് കോമ്പിനേഷൻ ആയിട്ട് കിട്ടുക എന്ന് പറയുന്ന റയറാണ്, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം താരവിളയാട്ടത്തിൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഈ ഒരു പെർഫോമൻസിനെ പറ്റി എന്താണ് സുരഭി ചേച്ചിക്ക് പറയാനുള്ളത്? സാക്സഫോൺ ജാക്സൺ ആണ്. അടിപൊളി, അടുത്ത പേര് കിട്ടി. അതെ, ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുമ്പോ ആ ഇൻസ്ട്രുമെന്റിന്റെ ഷേപ്പിലേക്ക് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ചേർക്കാൻ പറ്റി. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുകയല്ല, അത് വേറെ എവിടെയെങ്കിലും നടക്കുന്നു. Yes. ലണ്ടൻ ക്ലാസിക് നൽകുന്ന സമ്മാനമാണ് സ്വാമി ബ്രോ ആൻഡ് ടീമിന് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. എന്തൊരു വയറാടാ ഇത്! എന്നെ പോലെ ഡെയിലി ഓടണം, ബോഡിയിലെ വയറ് കുറയൂ. പറ്റോണ്ട് ഇറങ്ങിയിരിക്കുക, അവർ എക്സസൈസും ചെയ്യത്തില്ല. അവന്റെ കാര്യം നോക്കിയാ പോരാ, വയറ് കുറക്കാൻ വേണ്ടി എന്തൊരു പാടാന്നല്ലോ. വേസ്റ്റ് കൊണ്ട് കളയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ഇത്ര പെട്ടെന്ന് തന്നെ വയറ് കുറഞ്ഞ? താനല്ലേ പറഞ്ഞ ഓടിക്കഴിഞ്ഞാൽ വയറ് കുറയെന്ന് പറഞ്ഞു. ആ,
ഞാൻ ഒരു റൗണ്ട് ഓടി എന്റെ വയറ് കുറഞ്ഞു കണ്ടില്ലേ? ഞാൻ 1 മാസം കൊണ്ട് ഓടാണ് എന്റെ വയറ് കുറയുന്നില്ലല്ലോ. ആ അതെന്നാന്നറിയോ? എങ്ങനെ ഓടിയത് കാണിച്ച്? ഞാൻ ഇങ്ങനെ ഓടും. അങ്ങനെയല്ല, പിന്നെ വയറ് കുറയണമെന്നുണ്ടെങ്കിൽ വേറെ റൂട്ടിലാണ് ഓടാൻ. പറഞ്ഞു തരണ്ടേ ഇതൊക്കെ? ഇങ്ങനെ ഓടിയെങ്കിൽ മാത്രമേ ഈ വയറ് കുറയത്തുള്ളൂ. ഇങ്ങനെ അങ്ങനെ അതായത് ഇങ്ങനെ ഇടിച്ചു കൊള്ളണം. ഇങ്ങനെ വയറിലിടിക്കണം. അങ്ങനെ പോകും, അങ്ങനെ പോകും. ഓരോരുത്തർ ഒരു കോല കെട്ടാൻ വേണ്ടി രാവിലെ ഇങ്ങനെ ഇറങ്ങിക്കോളൂ. എന്ത് ചെയ്യുന്നു? ഓട്ടോറിക്ഷ എങ്ങാനും വരുവായിരുന്നു, പോവായിരുന്നു വീട്ടിലോട്ട്. ഐശ്വര്യമുള്ള മുഖം. ഇതെന്നാ വലിയ കണ്ണാണോ തന്റെ? മുഖം നോക്കി ലക്ഷണം പറയും. മുഖം നോക്കിയില്ലെങ്കിലോ? പറയത്തില്ല. എന്നാ പിന്നെ കുഴപ്പം. അവിടെ നിൽക്കൂ. വളരെ നാളുകളായിട്ട് താങ്കളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ഭാരം താങ്കൾ ഇറക്കി വെച്ചില്ലേ? ദൈവം, ഇനി വേസ്റ്റ് കളഞ്ഞാൽ ഈ പുള്ളി അറിഞ്ഞു. പെങ്കട വിവാഹം നടന്നില്ലേ? പിന്നെ മുഖം നോക്കിയും കൈ നോക്കിയും എന്തും പറയും. ഒന്നും പറയണ്ട, ചുമ്മാ ഇരിക്കാവോ? അതല്ല, ഇനി എന്ത് നടക്കാൻ പോകുന്നു, താങ്കളുടെ ജീവിതത്തിൽ എന്ത് നടക്കാൻ പോകുന്നു, ഇപ്പോൾ എന്ത് നടക്കാൻ പോകുന്നു, അങ്ങനെ പലതും കൈ നോക്കി മുഖം നോക്കി ഞാൻ പറയും. ആണോ? ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്നാന്ന് എനിക്കറിയാൻ പറ്റുമോ? എനിക്കറിയാൻ പറ്റും. ആണോ? തല്ലിയത് ഇപ്പൊ തനിക്കൊട്ടൊരു തല്ലി കിട്ടും സ്വപ്നത്തിൽ പോലും വിചാരിച്ചോ? ഇല്ല. പിന്നെ താൻ എന്നാ കടങ്ങ് പറയുന്ന പറഞ്ഞ പോളാ വരുന്നുണ്ട്. ഇതെന്താ പ്രണയലേഖനോ? ഇതാരും ഇവിടെ നിന്ന് എഴുതാൻ കൊള്ളാം. എന്തായാലും വായിച്ചു നോക്കാം. എന്റെ പ്രണയമേ, നിനക്കായി വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. നമ്മൾ ഒന്നിക്കുന്ന സുദിനം വന്നു ചേർന്നിരിക്കുകയാണ്. ഇന്നു മുതൽ ഞാൻ നിന്റെയാണ്, നീ എൻ്റെ. രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കും, 7 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് സ്വന്തം. ഇത് എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എഴുതിയതാണിപ്പോ? എനിക്ക് വയ്യ, എനിക്കറിയില്ല. ഹലോ ഹലോ ഗ്രീഷ്മ, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട. ഞാൻ 2 തവണ വിളിക്കുന്നു. ഞാൻ ലെറ്റർ എഴുതിയതിന് മറുപടി എവിടെ? എടാ, ഞാൻ മറുപടി എഴുതിക്കൊണ്ടിരിക്കുക, ഓഫീസിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ എഴുതാൻ ഉറപ്പാണോ? എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതിയത് എന്താ? ഞാൻ എന്റെ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കൊണ്ട് എഴുതിയതാ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കളിച്ചോ? കളിതാ മതി. മോളെ, ഞാൻ പറഞ്ഞ എനിക്കൊരു വേറെ കോള് വരും. എന്റെ ഓഫീസ് ടേബിളിൽ ഇരിക്കുന്ന പേപ്പറുകൾ എന്തിനാണ് ശ്രദ്ധിക്കാതെ കളയുന്നത്? നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിന്റെ അവിടെ കൈ മുറിഞ്ഞൊരു പേപ്പർ കണ്ടാ മേശപ്പുറത്ത് വെച്ചപ്പോ ഞാൻ അത് ബ്ലഡ് അല്ലേ എന്നോർത്ത് എടുത്ത് ദൂരോട്ട് കളഞ്ഞത്. അപ്പൊ സാധാരണ വേസ്റ്റ് കൊണ്ട് കളയുന്നത് എവിടെയാണ്? വേസ്റ്റ് എനിക്ക് തോന്നുന്നു അവരെല്ലാം അവിടെ തൂത്തുവാരി താഴത്തെ ബസ് സ്റ്റോപ്പില്ലേ, അതിന്റെ ആ മരത്തിനുള്ള ഒരു വേസ്റ്റ് ഓട്ടോ ഉണ്ട്, അവിടെ ആണോ? വേസ്റ്റ് അവിടെ തന്നെ. ശരി വെച്ചോ. ബാങ്ക് മാനേജരോ? ഇത് എന്റെ ഏരിയ ഒന്നും തണ്ടാൻ പറ്റില്ലൂടാ. ഇതിനകത്ത് പലതും കിട്ടും, അതെനിക്കുള്ളതാ. നമുക്ക് ഒരുമിച്ച് കണ്ടോ? ഷൂ, പാന്റ്, ടൈ, ഷർട്ട്, പുതിയ മോഡൽ പിച്ചക്കാരനാ. പുതിയ തെണ്ടികൾ ഇവിടെ എടുക്കുന്നില്ല. പൊക്കോ. എടാ, ഞാൻ ബാങ്ക് മാനേജറാടാ. ആഹാ, ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോഴേ മേയറാന്നാ പറഞ്ഞ. അടവൊക്കെ മനസ്സിലിരിക്കട്ടെ. പൊക്കോ. ഞാൻ പറഞ്ഞ നിനക്ക് ആവശ്യം നീ എടുത്തോ, എനിക്ക് ആവശ്യം ഞാൻ എടുക്കാം. ഒന്നും നീ തൊടണ്ട. ആണ്ടെ സാറിനെ സാറേ കുപ്പക്കോട്ട് തന്നെ ഒന്നുമല്ല സാറെന്ന് വിളിച്ചത്. പിന്നെ ഞാൻ ഈ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ സാറാ. ഇത് ഈ തെണ്ടിനെ ആരെങ്കിലും സാറെന്ന് വിളിക്കുമോ? സാറേ, എടോ, ഞങ്ങളുടെ ബാങ്കിലെ മാനേജരാ. പുള്ളിയെ ഞങ്ങൾ തെട്ടിന്ന് വിളിക്കും, ഞങ്ങൾ ലോൺ കിട്ടുന്നില്ല പറഞ്ഞുണ്ട്. അല്ലാതെ കാണുന്ന കണ്ണ് കാണുന്നവരെല്ലാം പിന്നെ ഞങ്ങളെ സാറെ തെട്ടിന്ന് വിളിക്കും ഞാൻ സമ്മതിക്കുന്നില്ല. സാറ് സാറേ ഇവിടെ ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നു സാറേ. എനിക്ക് പിന്നെ മുഖം കണ്ടിട്ട് അല്ല, ഞങ്ങൾ സാറിനെ കയറി തെണ്ടിന്ന് പറഞ്ഞു. ഇവരെല്ലാം സാരമില്ലെന്നേ, പോട്ടെ. അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇപ്പൊ ഞാൻ ആരാണെന്നോ എന്താണെന്നോ എന്റെ പ്രൊഫഷൻ എന്താണെന്നോ അദ്ദേഹത്തിന് അറിയില്ല. അവൻ തെണ്ടിന്ന് വിളിച്ച മോശമല്ലേ? അപ്പൊ വിളിച്ചോട്ടെ, നിങ്ങളും വിളിക്കുമല്ലോ മാറി നിന്നിട്ട്. അപ്പൊ മോനെ ഒരു കാര്യം ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചു കേട്ടോ. അണ്ടോ, ഇതുപോലുള്ള നല്ല മനുഷ്യനെ കണ്ടിട്ടുണ്ടോ നീ? ഇതുപോലെ ആരെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടോ? എവിടെ നിന്ന് തന്നിട്ടുണ്ടോ? ചില തെണ്ടികൾ തരികയില്ല, ചില തെണ്ടികൾ തരും സാറേ. ഇതിന് സാർ ഈ കുപ്പക്കുട്ടിക്കകത്ത് കിടക്കുന്നത്? ഇല്ല, ഇതൊക്കെ പല അലങ്കോലമായി കോർപ്പറേഷൻ അറിയിക്കുന്ന കാര്യങ്ങള്.
കാരണം ഇതൊന്നും ചിട്ടവട്ടത്തിലൂടെ ചെയ്തിരിക്കുന്നില്ല എന്ന് പറയണം, എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. സാർ ബാങ്കിലേക്ക് ഇങ്ങോട്ട് വന്നേ, ഞാൻ ചോദിക്കട്ടെ. അല്ല നീ പൊയ്ക്കോ, നീ എന്തിനാ വന്നേ? ഞാൻ ബാങ്കിൽ ഒരു ലോണിന്റെ കാര്യത്തിന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സാറിനോട് ഞാൻ സാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് കാര്യങ്ങൾ പറയാനേ. ഇവിടെ ഇരുന്ന് സംസാരിക്കും. നമുക്ക് കാറ്റുള്ളാലോ, ഇവിടെ കാറ്റുള്ളാലോ നമുക്ക്. നല്ല കാറ്റല്ല, കാറ്റിന്റെ ആ സുഗന്ധം തന്നെ നല്ല രസമുണ്ടല്ലോ. സാറേ ഇങ്ങോട്ട് ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ സ്വഭാവം കാണിക്കുന്നു. സാർ എന്താ അപ്പൊ ഞാൻ അപ്പുറത്തൊരു അക്ഷയ സെന്റർ ഇവിടെ നോക്ക്, അക്ഷയ സെന്റർ വരെ ഒന്ന് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. നീ പോടാ, നീ അക്ഷയ സെന്ററിൽ എവിടെയെങ്കിലും നീ പോ. ഞാൻ പോകാം. ഇതാണ് വേസ്റ്റ് എടുക്കാൻ വന്ന സ്ത്രീ. ഇവരിപ്പോ വേസ്റ്റ് എടുത്തിട്ട് പോയ എന്റെ ലിറ്റർ അതിനകത്തായിപ്പോ. എന്തെങ്കിലും പറഞ്ഞ് എടുക്കണമല്ലോ ഈശ്വര. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവമേ, ഇത് തന്നെ ആയാ മതിയായിരുന്നു. എന്താ ഇവിടെ? അല്ല സാറിന്റെ എവിടെ? ഞാൻ ഈ കണ്ടില്ലേ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കാനോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വാരിയിടുകയായിരുന്നു. എന്നെ സഹായിക്കാനോ? അതെ, ഇതൊരു സഹായമാണല്ലോ. ഞാൻ ഉറപ്പിച്ചു ഇത് തന്നെ എന്റെ കൊട്ടയിലെ മാണിക്യം. തുറന്നു പറയാം, അല്ലെങ്കിൽ കാര്യം നടക്കൂല. തുറന്നു പറയാം, അവരെ കിട്ടിയാൽ തിരിച്ചു തരാൻ പറയാം. അതെ, എനിക്ക് പറയണം. അല്ല ലേഡീസ് ഫസ്റ്റ് പറഞ്ഞോളൂ. അല്ല സാറ് പറയൂ. അല്ല വേറൊന്നുമല്ല, ഞാനീ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത്. സാർ പറയൂ. ഇതെന്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യമാണ്. അത് കിട്ടിയെങ്കിൽ തരൂ, അത് കിട്ടിയെങ്കിൽ തരൂ, അത് കിട്ടിയെങ്കിൽ. എടാ കാലമ്മോടാ, പലരും പറഞ്ഞു നിങ്ങൾക്ക് പല പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന്. അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. രാവിലെ ഒരു കൈനോട്ടക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് ഭാഗ്യം വരുമെന്ന്. പക്ഷേ ഇത്രയും നല്ല മാണിക്കാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പറയിപ്പിക്കണ്ട. നിങ്ങൾക്ക് മിണ്ടരുത് ഗ്രീഷ്മ. അല്ല എന്റെ മാണിക്കത്തിന് വഴക്ക് പറയാൻ നീ ആര്? ആണുങ്ങളെ വളയ്ക്കാൻ കെട്ടിയൊരുങ്ങി നടന്നോളൂല്ലോ. അയ്യടാ, ആണുങ്ങളെ വളയ്ക്കാൻ വേണ്ടിട്ട് ഞാനല്ലടി കെട്ടിയൊരുങ്ങി നടന്നത്. ഇങ്ങനെ എന്നെ വളയ്ക്കാൻ വേണ്ടിട്ട് ഒരു കൊത്ത് തോന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ബാക്കിൽ നടക്കുന്നത്. കണ്ടോ കണ്ടോ. അയ്യോ എന്റെ ബി നെഗറ്റീവ് ചോര. ഇത് ഞാൻ ഇയാൾക്ക് എഴുതാം. ഇവൾക്ക് കത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് നേരം. ഞാൻ പറഞ്ഞത് കേക്ക്. നീ തന്ന കത്ത് തന്നെയാണിത്. ഇത് നോക്ക്, നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ ഉള്ളിൽ നിന്ന് നീ എഴുതിയ വാക്കുകൾ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയാതെ അതിങ്ങനെ കുപ്പത്തൊട്ടിലേക്ക് പോയതാണ്. ഇതിനുള്ള മറുപടി എന്നാ പറഞ്ഞേ? തീർന്നു, പ്രശ്നം തന്നല്ലോ. എന്ന് വായിച്ചേ. എന്റെ പ്രണയമേ, എന്റെ പ്രണയമേ, നിനക്കായി വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തോ നന്നായിരിക്കുന്നു. ബ്ലഡ് കൊണ്ട് എഴുതിയതാ? ബ്ലഡ് കൊണ്ട് നന്നായിട്ട് മെലിഞ്ഞിരിക്കണ കൊച്ച്. ഹലോ, എക്സ്ക്യൂസ് മീ. അതെ, എങ്ങനെ വണ്ണം കുറച്ച ട്രിക്ക് ഒന്ന് പറഞ്ഞുതരാവോ? ഒരാളെ ആത്മാർത്ഥമായി പ്രണയിച്ചാൽ മതി, ഉയരെരിഞ്ഞ് വണ്ണം കുറഞ്ഞോളൂ. അങ്ങനെ കൊണ്ടായിരുന്ന നീ ആരെ പ്രേമിക്കും? എക്സ്ക്യൂസ് മീ, കുറച്ച് ദിവസം നമുക്ക് തമ്മിൽ പ്രേമിച്ചാലോ? എന്തിന്? എന്റെ വണ്ണം കുറയ്ക്കാനാ. വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വളരെയധികം ഒരു സ്നേഹം നിറഞ്ഞ എപ്പിസോഡായിരുന്നു ഇന്ന്. എന്നാലും 3 പേരും ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്. സെയിം ടു യു. താങ്ക് യു. അപ്പം അടുത്ത ദിവസം കാണാം. ബൈ. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.